കഴിഞ്ഞ ഓഫറിൽ കൊടുത്ത ഓഫർ പ്രൈസിനെക്കാട്ടിലും പ്രൈസ് കൂടുതലാണ് ഇപ്രാവശ്യത്തെ ഓഫർ പ്രൈസിങ്. സോ വളരെ പരിതാപകരമാണ് സ്മാർട്ട് ഫോൺ മാർക്കറ്റ്. വാങ്ങാൻ ആഗ്രഹമുള്ളവർ ബിഗ് ബില്യൺ ഡേയ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് വേണ്ടി വിചാരിക്കേണ്ട. കാരണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇനിയും പ്രൈസ് കൂടിയേക്കാം. സോ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫോണും ലാപ്ടോപ്പും ഇപ്പോൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ മെയിനായിട്ട് നടക്കുന്ന ഫോണിൻ്റെ സെയിൽ. ആമസോണിൻ്റെ ഞാൻ അധികം നോക്കിയപ്പോൾ വലിയ വെടിയും പുകയൊന്നും കണ്ടില്ല. ഫ്ലിപ്കാർട്ടിൽ പക്ഷേ അത്യാവശ്യം നല്ല ഡീൽസ് എനിക്ക് കണ്ടതായിട്ട് തോന്നി. പക്ഷെ പലതിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് ബൈ നൗ എന്ന് കാണിക്കുമെങ്കിലും അത് വാങ്ങാൻ നോക്കുമ്പം ഐറ്റം നോട്ട് അവൈലബിൾ ഫോർ പർച്ചേസ് അങ്ങനെ ഒരു കുഴപ്പം വരുന്നുണ്ട്. പക്ഷേ ചില സാധനങ്ങൾക്ക് അങ്ങനെ കാണിച്ചിട്ടും കുറച്ച് കഴിയുമ്പോൾ അത് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്റ്റോക്കിൻ്റെ ഇഷ്യൂ തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം കാണിച്ചു എന്ന് വിചാരിച്ച് ട്രൈ നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ട സാധനം ഇപ്പോൾ വാങ്ങാൻ കിട്ടും എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാങ്ങിക്കോളാം. പ്രത്യേകിച്ച് ഹോണറബിൾ മെൻഷൻ ഐഫോൺ 17ഉം 17 പ്രോയും അത്യാവശ്യം നല്ല റേറ്റിൽ ഇപ്പോൾ കിടപ്പുണ്ട്. എടുക്കണം എന്ന ആഗ്രഹമുള്ളവർ അത് എടുക്കുക. സാംസങ്ങിൻ്റെ അൾട്രാ വേരിയൻ്റ് S25 അൾട്രാ അങ്ങനെയുള്ള സാധനങ്ങൾ ആമസോണിലും കിടപ്പുണ്ട്. അതിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തേക്കാം. ആഗ്രഹമുള്ളവർ ഇപ്പോഴേ എടുക്കുക. ലാപ്ടോപ്പിന് 2-3 മെൻഷൻസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കാം. ഫോണിൻ്റെ മെയിൻലി അണ്ടർ 30K ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അണ്ടർ 25ഉം 20K ഓരോ ഫോൺസ് വെച്ച് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക് ടു ടെക് മലയാളം ഞാനാണ് അമർന്നത്. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഹോണറബിൾ മെൻഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 17 പ്രോ S25 അൾട്രാ അങ്ങനെയുള്ള കൂടിയ വിലകളുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കുക. അതിലൊന്നും കൂടുതൽ കമ്പാരിസൻ്റെ ആവശ്യമില്ല. പക്ഷേ ചവറ് കണക്കിന് ഓഫറിൻ്റെ പേരിൽ ഓഫർ ഇല്ലാത്ത പല ഫോൺസും വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നല്ല പിക്കുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. മോട്ടോ എഡ്ജ് 70യും കഴിഞ്ഞ കൊല്ലത്തെ മോട്ടോ എഡ്ജ് 60 പ്രോയും നല്ല 2 പിക്കാണ്. 30,000 രൂപ പ്രൈസ് റേഞ്ച്. അതായത് എഡ്ജ് 70നെ കുറിച്ച് പറയുമ്പോൾ 256 GB വേരിയൻറ്റ് നിങ്ങൾക്ക് ഏകദേശം 28,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. 7 Gen 4 ചിപ്സെറ്റാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ 3 ക്യാമറ വരുന്നുണ്ട്. IP6869 റേറ്റിംഗ് വരുന്നുണ്ട്. തിന്നായിട്ടുള്ളൊരു ലൈറ്റ് വെയ്റ്റ് സ്മാർട്ട് ഫോണാണ്. AMOLED സ്ക്രീനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. 68 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എഡ്ജ് 60 പ്രോ നമ്മൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് സംസാരിച്ചൊരു ഫോണാണ്. 8350 എക്സ്ട്രീം എന്ന് പറയുന്ന കിഡിലും ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ LPDDR5Xും UFS 3.1 4.1 അങ്ങനെ ഇതൊക്കെ വരുന്നുണ്ട്. സോ എഡ്ജ് 60 പ്രോ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ കിട്ടുകയാണെങ്കിൽ കിഡിലും ഫോണാണ്. അതിൽ നിങ്ങൾക്ക് ടെലിഫോട്ടോ ലെൻസ് വരെ കിട്ടുന്ന ആ ഒരു 50 മെഗാപിക്സലിൻ്റെ സെറ്റപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. IP68 റേറ്റിംഗ് അവിടെയും കിട്ടുന്നുണ്ട്. AMOLED 120 Hzഉം 90 വാട്ട്സിൻ്റെ ചാർജിങ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് പഴയ 30Kയിലുള്ള ബീസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്ത വീഡിയോയിൽ വരെ പറയുന്നൊരു ഫോണായിരുന്നു. ഇനി നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ഫോൺ എന്ന് പറയുന്നത് Realme P4 Pro ആണ്. 31,000-ന് അത് വേണമെങ്കിൽ എടുക്കാം. സ്പെസിഫിക്കേഷൻസ് ഞാനിവിടെ കൊടുത്തേക്കാം. പക്ഷെ അതിനെക്കാട്ടിലും നല്ല ഫോൺസ് വേറെയും ഞാൻ പറഞ്ഞുതരാം. വിവോയുടെ T4 Pro അതിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയി വരുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയെങ്കിൽ പെട്ടെന്ന് എടുക്കുക. കാരണം അതിൻ്റെ ക്യാമറ കിടിലമാണ്. 50 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 7 Gen 4 ആണ് ചിപ്സെറ്റ്. അത്യാവശ്യം നല്ല ചിപ്സെറ്റാണ്. IP6869ഉം ഇതും ഒരു സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഫോണാണ്. AMOLED സ്ക്രീന്, 6500 mAh ബാറ്ററി, 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, ഇങ്ങനെ അത്യാവശ്യമുള്ള എല്ലാ വെടിയും പോയി ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുണ്ട്. Oppo K13 ടർബോ ആണ് അടുത്ത സ്മാർട്ട് ഫോൺ. നിങ്ങൾക്ക് ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണാണ് 30,000-ന് വേണം എന്നുണ്ടെങ്കിൽ. അതായത് നിങ്ങൾക്ക് 8S Gen 4 എന്ന് പറഞ്ഞാൽ കിടിലം ചിപ്സെറ്റ് ഇല്ലാത്ത കൊടുത്തിട്ടുണ്ട്. അതും 33 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടാവുന്നതാണ്. 50 മെഗാപിക്സലിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത OIS ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗെയിമിംഗ് ഫോണാണ് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ക്യാമറ എന്തായാലും വലിയ ബാഡ് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല ISPയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ IPX9 റേറ്റിംഗ് ആണ്. അതായത് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ല, വാട്ടർ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. AMOLED 120 Hz ഇവിടെയുണ്ട്. 7000 mAh ബാറ്ററി 7500 mAh ബാറ്ററിയാണ്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇവിടെയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു മെൻഷൻ എന്ന് വേണമെങ്കിൽ മാത്രം പറയാം. സാംസങ്ങിൻ്റെ ഫോൺ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മോശം പ്രൈസിങ്ങിൻ്റെ ടൈമിൽ സാംസങ്ങിൻ്റെ ഫോണൊക്കെ എടുക്കുക എന്ന് പറയുന്നതും ഗ്രീൻ ലൈനുകൾ കുറേ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് സാംസങ്ങിൻ്റെ ഫോൺ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ സാംസങ്ങിൻ്റെത് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ M56 അല്ലെങ്കിൽ F56നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏകദേശം 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ, Exynos 1480 വലിയ കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റ്, 50+50 മെഗാപിക്സലിൻ്റെ ക്യാമറ, AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. സോ ആ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 5000 mAh ബാറ്ററി, 45 വാട്ട്സിൻ്റെ എന്തോ ചാർജിങ് സ്പീഡും കിട്ടുന്നുണ്ട്. പെട്ടിയിൽ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും. ഇനി നമുക്ക് അണ്ടർ 25K എന്താണ് അവസ്ഥ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പിക്ക് എനിക്ക് ആകെ കാണാൻ പറ്റിയത് പോക്കോ X7 Pro ആണ് കഴിഞ്ഞ വർഷത്തെ.
അത് 24,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. വേറെയും കുറേ ഫോണുകൾ കാണുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് ഏതാണ്ട് തോന്നിയിട്ടുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. 8400 അൾട്ര എന്ന് പറയുന്ന ചിപ്സെറ്റ്, അതിൽ LPDDR5X UFS 4.1, പിന്നെ അതിൻ്റെ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങൾ, 50 MP LYT 600 OS, IP6869 ഇതിലും കിട്ടുന്നുണ്ട്. AMOLED 120 Hz 90 വാട്ട്സിൻ്റെ ചാർജിങ്, 6500 mAh ബാറ്ററി എന്ന് പറയേണ്ട 25,000 നിങ്ങൾക്ക് അത്യാവശ്യം പവർ പാക്ഡ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർ 20K ഓപ്പോ K13 മാത്രമാണ് എനിക്ക് ആകെ ഒരു സെൻസിബിൾ ചോയ്സ് ആയിട്ട് തോന്നിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം നോട്ട് അവൈലബിൾ ഫോർ പർച്ചേസ് കാണിക്കുന്നുണ്ട് ഇപ്പോഴും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏകദേശം 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ഫോണാണ്. കാരണം 610 അത്യാവശ്യം ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചിപ്സെറ്റ് കിട്ടുന്നുണ്ട്. IP65 ഒരു ബേസിക് റേറ്റിംഗ് കിട്ടുന്നുണ്ട്. ഭയങ്കര വാട്ടർ പ്രൂഫൊന്നുമല്ല, ഒരു നോർമൽ കുഴപ്പമില്ലാത്ത 50 MP ക്യാമറ കിട്ടുന്നുണ്ട്. വലിയ വെടിയുമ്പോഴൊന്നും പ്രതീക്ഷിക്കരുത്. AMOLED ഡിസ്പ്ലേ 120 Hz 7000 mAh 80 വാട്ട്സിൻ്റെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 7000 mAh 80 വാട്ട്സും. അപ്പം 20K റേഞ്ച് അങ്ങനെയാണ്. ബാക്കി എക്സ്പെൻസീവ് കാറ്റഗറീനെ കുറിച്ചും വലുതായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. വളരെ താഴേക്കുള്ള 15K 10K കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. ഇനി നമുക്ക് മെയിൻലി ഒരു ലാപ്ടോപ്പ് 2-3 പിക്ക് ഞാൻ പറയാം. അതായത് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫേഴ്സിൽ നിങ്ങൾക്ക് HP-ൻ്റെ ലാപ്ടോപ്പ് ഞാൻ കറൻ്റ്ലി ഞാൻ പറയുന്നില്ല. പക്ഷേ ഏസറിൻ്റെ ഒരു പെർട്ടിക്കുലർ മോഡൽ ആസ്പയർ 7 എന്ന് പറയുന്ന മോഡൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ഗെയിമിംഗ് ലാപ്ടോപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വേറെ എനിക്ക് അങ്ങനെ ലാപ്ടോപ്പ് കാര്യമായിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഗെയിമിംഗ് ലാപ്ടോപ്പ് ഇത് എനിക്ക് ഭയങ്കര ആകർഷകമായി തോന്നിയത് കൊണ്ട് ഹോണറബിൾ മെൻഷൻ ഞാൻ കൊടുത്തു എന്നുള്ളൂ. അത് നിങ്ങൾക്ക് 80,000 രൂപ റേഞ്ചിൽ 4050 RTX 4050ൻ്റെ GPUയും കിട്ടുന്നുണ്ട്. അതിൽ 16GB RAM 512GB SSD ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ 3050 6GB ഗ്രാഫിക് കാർഡ് നിങ്ങൾക്ക് 70 റേഞ്ചിലും കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ റാമഗഡൻ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ലാപ്ടോപ്പുകളാണ്. അതിപ്പോൾ സ്റ്റോക്ക് കിട്ടുന്നുണ്ട്, വാങ്ങാൻ പറ്റുന്നുണ്ട്. ലാപ്ടോപ്പ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എടുക്കുക. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏസറിൻ്റെ നൈട്രോ V50 എന്ന് പറയുന്നൊരു മോഡലും കിട്ടുന്നുണ്ട്. ഏകദേശം 1.10 റേഞ്ചിലാണ് വരുന്നത്. അത് നിങ്ങൾക്ക് RTX 5050ൻ്റെ 8GB ഗ്രാഫിക് കാർഡാണ് വരുന്നത്. സോ അതും എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞാണ്, അത് 1.10 റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു ലാപ്ടോപ്പാണ്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇനി അങ്ങോട്ട് പ്രൈസ് കൂടത്തേ ഉള്ളൂ. ഈ ഒരു AI ബബിൾ പൊട്ടാൻ ലേറ്റ് ആവുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. സോ നമുക്കത് കേൾക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫർ സീസണിൽ പരമാവധി മുതലാക്കാൻ നോക്കുക. ഇനി ഒരു ബിഗ് ബില്യൺ സെയിൽ വന്നാൽ തന്നെ അത് ഇത്രയും മുതലാവാൻ ചാൻസ് ഉണ്ടോ നമുക്ക് അറിയില്ല. അതായത് നമുക്ക് അൺസർട്ടൈൻ ആണ് ഇപ്പോഴത്തെ ഒരു പ്രൈസിങ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത്. സോ പരമാവധി അത്യാവശ്യമുള്ളവർ വാങ്ങുക, ആഗ്രഹമുള്ളവർ വാങ്ങുക. അനാവശ്യമായി വാങ്ങണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ നല്ലതാണ്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം ആക്ച്വലി ഫോണോ ലാപ്ടോപ്പോ ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ട് വാങ്ങാൻ പറ്റിയൊരു സമയവുമല്ല. അപ്പം പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടത് അതിവിടെ പറയേണ്ട ആവശ്യമില്ല. ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. സോ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.